ഹലോ, കുറച്ച് വട ഉണ്ടാക്കിയാലോ? മാവൊക്കെ അരക്കുന്ന വീട്ടിൽ നിന്ന് കിടക്കാൻ പറ്റിയില്ല കേട്ടോ, സമയം കിട്ടിയില്ല. ഒറ്റയാൾ പോരാട്ടമായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ആളൊന്നുമില്ല. സ്വന്തം ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്ന ഒരു കയ്യിൽ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് അരച്ച് വെച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ചെറിയ ജീരകവും പിന്നെ കുറച്ച് സോഡപ്പൊടി ഇട്ട് എന്താക്കുക, നല്ലോണം കുഴച്ചട വെക്കുക. മാവ് നല്ല ടൈറ്റിൽ അരക്കണം കേട്ടോ. എന്നിട്ട് എന്താക്കുക, എങ്ങനെ ഉരുട്ടുക, വേഗം വേഗം ഇടുക, വേറെ വർത്താനില്ല. വേഗം വേഗം ഉരുട്ടുന്നു, വേഗം വേഗം ഇടുന്നു, വേഗം വേഗം പണി തീരും. പണി അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് പെൻഡിങ്ങിൽ. അന്നേരം അങ്ങനെ അങ്ങനെ ജഗ ജഗ പുക പരിപാടിയാണ്, ജഗ പുക ജഗ പരിപാടി. എന്നിട്ട് എന്താക്കുന്നു, എ സി ടി ഞാൻ കടന്നിട്ട് വോയിസ് ആക്കുന്നുണ്ട്, തൊണ്ടയിൽ കിരകരം. റൂമിൽ നിന്നാണല്ലോ നമ്മൾ എഡിറ്റിങ് കാര്യങ്ങൾ. എന്നിട്ട് ഇത് ചറപറാന്ന് ഇടുക. എന്നിട്ട് കുറച്ച് ഫുള്ളായതിനു ശേഷം ഒരു ഹാഫ് വേവ് ആകുമ്പോൾ കോരി വെക്കുക. എന്നിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇടണം, എന്നാലേ എന്താവുള്ളൂ, നല്ല മുരുമുര കിട്ടും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇടുമ്പോൾ ഉള്ളിൽ മര്യാദയ്ക്ക് വേകൂല, പിന്നെ പുറം മാത്രം കരിഞ്ഞാണ്. അപ്പോൾ ഒരു ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ പകുതി ഒരു വേവാകുമ്പോൾ കോരി വെച്ചിട്ട് പിന്നെ ഒരു ട്രിപ്പ് ഇടുക. എന്നിട്ട് അത് ഫുള്ളായി അതൊരു പകുതി ആകുമ്പോൾ കോരി വെച്ചിട്ട് രണ്ടും കൂടി എന്താക്കുക, ഒന്നിച്ച് ഇട്ടിട്ട് ഇങ്ങനെ കോരിയുടെ വെക്കുക. അപ്പോൾ വട റെഡി. എന്നിട്ട് നമ്മളെന്താക്കുക, വീണ്ടും കോരുക, വീണ്ടും കോരുക, ഇടുക. മോർണിംഗ് നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വടയും കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം. എന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തു. പിന്നെ വട എങ്ങനെ അടിപൊളിയല്ലേ? ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.